ഓം ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ്വമക്കൾക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 61 ശ്ലോകം 1 വായിക്കാം. വിപ്രപത്ന്യ അനുഗ്രഹം. അതായത് ബ്രാഹ്മണ പത്നിമാർക്ക്, അതായത് ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊടുക്കുന്നതാണ് വിപ്രപത്ന്യ അനുഗ്രഹം. വിപ്ര വെച്ചാൽ ബ്രാഹ്മണ, പത്നി ബ്രാഹ്മണരുടെ പത്നി സ്ത്രീകൾ, ബ്രാഹ്മണ സ്ത്രീകൾക്ക് അനുഗ്രഹം ഭഗവാൻ തോന്നി. കുറച്ച് ബ്രാഹ്മണ സ്ത്രീകൾ അവിടെ ദൂരെ ഉണ്ട്, അവർക്ക് അനുഗ്രഹം കൊടുക്കണമെന്ന് ഭഗവാന് തോന്നി. അതാണ് ഈ വായിക്കാനുള്ളത്. ശ്ലോകം 1. തതച്ച വൃന്ദാവനതോ അതിദൂരതോ. അത്ര ദൂരമുണ്ട്, അതിദൂരതോ. വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈ ഹൃദാന്തരേ ഭക്തതര ദ്വിജാംഗന കദംബക അനുഗ്രഹണാഗ്രഹം വഹൻ. തതച്ച വൃന്ദാവനതോ. ഈ ഒരു ചിഹ്നം ഇട്ടേക്കുന്നത് അതിദൂരതോന്ന് വായിക്കാനും കൂടെ, അത് അല്ലെങ്കിൽ ചേർത്ത് വൃന്ദാവനതോ അതിദൂരതോ എന്നായാലും അതി എന്നുള്ള ഉച്ചാരണം നമുക്ക് മനസ്സിൽ തോന്നാം. ദൂരം ഒത്തിരി കൂടുതലുണ്ട്. ആദി അടുത്തല്ല, ദൂരെയാണെന്നാ. തതച്ച വൃന്ദാവനതോ അതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈ ഹൃദാന്തരേ ഭക്തതര ദ്വിജ അങ്കന കദംബക അനുഗ്രഹണാഗ്രഹം വഹൻ. ഭഗവാൻ കഴിഞ്ഞ ദശകത്തിൽ ഗോപസ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ അപഹരിച്ച് വെച്ചിട്ട് അവർ കയറി കരയ്ക്ക് ചെന്ന് തൊഴുതപ്പോൾ പാപമൊക്കെ മാറിയതുകൊണ്ട് ഭഗവാൻ അതെല്ലാം കൊടുത്ത് അനുഗ്രഹമൊക്കെ കൊടുത്ത് അതിനുശേഷം വസ്ത്ര അപഹരണ അനന്തരം അപ്പോൾ ഭഗവാൻ അവിടെ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഗോപികമാരെയൊക്കെ അനുഗ്രഹിച്ചതിന് ശേഷം ഭഗവാനെ കൃഷ്ണ, അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എങ്ങോട്ടാ പോകുന്നേ? ഭട്ടതിരിപ്പാട് പറയുന്നു, കൃഷ്ണ നാരായണ ഗുരുവായൂരപ്പ അങ്ങ്. അത് ഭഗവാൻ ദൂരെയുള്ള അതിഭക്തരായ കുറച്ച് ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കണമെന്ന് മനസ്സിൽ കരുതി. അതിഭക്തർ എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ ഭക്തി അല്ല. ചിലർക്ക് അതാണ് ഭക്തി ഉണ്ടെങ്കിലും ഇവിടെ ഈ സ്ത്രീകൾക്ക് ബ്രാഹ്മണർ എന്ന് പറയുന്നത് തന്നെ അത് മനസ്സിലാക്കും. ഭക്തി അങ്ങേയറ്റമുള്ള സ്ത്രീകൾക്കാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അത്രമാത്രം അതിഭക്തിയാണ്. അങ്ങനെ ഭഗവാൻ എവിടെ നിന്ന് ഭക്തിപൂർവ്വം വിളിച്ചാലും ഭഗവാൻ കേൾക്കും. കാണാൻ കണ്ണുണ്ട്. നമ്മൾ എവിടെയോ ഇരുന്ന് ദൂരെ ആയാലും ഭഗവാൻ എവിടെയോ നിന്നോട്ടെ, നമ്മൾ വിളിച്ചാലും നമ്മളെ കാണാനും ഒക്കെ ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഇവിടെ ദൂരെയുള്ള ഭക്തരെ മനസ്സിലായി ഭഗവാൻ അവിടെ ദൂരെ ഉണ്ട്. ബ്രാഹ്മണ സ്ത്രീകൾ, ഭക്ത കുട്ടികൾ, ബ്രാഹ്മണ പത്നിമാർ അവരുണ്ട്. അങ്ങനെ അതിഭക്തരായ കുറച്ച് ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ മനസ്സിൽ കരുതി. അങ്ങനെ ഭഗവാന്റെ മനസ്സിൽ കരുതിയത്തിന് അപ്പോഴെന്ത് ചെയ്യണം? അങ്ങോട്ട് പോകും ഭഗവാൻ. അതാ ഒരു ഭക്തൻ വിളിച്ചില്ല, എവിടെ നിന്ന് വിളിച്ചാലും ഭഗവാൻ അവിടേക്ക് ചെല്ലും എന്നുള്ളത് ഉറപ്പാണേ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ എവിടെയോ ഇരിക്കട്ടെ, ഭഗവാനെ ഒന്ന് വിളിച്ചാൽ ഭഗവാനോട് അവിടെ ഇരുന്ന് ഇരിക്കപ്പുറതി കാണത്തില്ല. യഥാർത്ഥ ആദിഭക്തരായ ഭക്തരോടാണ്. അപ്പോൾ അവർ വിളിച്ചാൽ വിളി കേൾക്കിട്ട് അവിടേക്ക് ചെല്ലും ഭഗവാൻ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ മനസ്സിൽ കരുതി ഈ സ്ത്രീകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊടുക്കണം, അത്രമാത്രം അവർ വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഗോക്കളോടും ഗോപന്മാരോടും കൂടി വൃന്ദാവനത്തിൽ നിന്ന് കുറച്ചകലേ ഉള്ള ആ വനത്തിലേക്ക് പോയി. ഒരു വനത്തിലേക്ക് വെച്ചാൽ പരിചയമില്ലാത്ത വനമാണ്. ആ വനത്തിൽ കൂടെ നടന്നെങ്കിലേ ആ ബ്രാഹ്മണ സ്ത്രീകളുടെ അടുക്കലേക്ക് ചെല്ലാൻ പറ്റൂ. അതുകൊണ്ട് നിന്ന നിൽപ്പിൽ പോകാൻ പറ്റത്തില്ല. ഗോക്കളുണ്ട്, ഗോപന്മാരുണ്ട്, അവരുമായിട്ട് അങ്ങ് പോയി. ഭഗവാൻ അതിദൂരേക്ക് വനത്തിൽ കൂടെ നടന്നു പോകുക. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 2. തതോ നിരീക്ഷ്യ അശരണേ വന അന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവിയാചനായ താൻ. അതോ നിരീക്ഷ്യ അശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവിയാചനായ താൻ. അങ്ങനെ ഭഗവാൻ അങ്ങനെ വനത്തിൽ കൂടെ അങ്ങ് ദൂരേക്ക് നടന്നതിന് ശേഷം
ഇവിടെ എവിടുന്നാ പോയത് ഭഗവാൻ? ഗോപസ്ത്രീകൾക്ക് നദിയിൽ നിന്ന് കയറിയ ഗോപികൾക്കൊക്കെ അനുഗ്രഹം കൊടുത്തതിന് ശേഷം ഈ കുട്ടികളും അത് ഗോപന്മാരും പശുക്കളുമായിട്ട് ഭഗവാൻ നടക്കുവാണ്. എവിടെയാ? അപരിചിതമായ കാട്ടിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഒരു പരിചയമില്ലാത്ത വനമാണ്. അതിലേ കൂടെ ഇങ്ങനെ ഭഗവാൻ ഇവരുമായിട്ട് ഗോപന്മാരും ഗോക്കളും ഭഗവാൻ കൂടെ യാത്ര ചെയ്ത് വരവേ, അങ്ങനെ പോകവേ, അപരിചിതമായ വെച്ചാൽ പരിചയമില്ലാത്ത വനത്തിൽ കൂടിയാണ് പോകുന്നവരെല്ലാവരും കൂടെ. അങ്ങനെ പോകവേ അവിടെ എങ്ങും സമീപത്ത് ആൾ താമസമുള്ളതായി കണ്ടില്ല. അവിടെ എവിടെയും മൊത്തവും വനങ്ങളായി, എങ്ങും തന്നെ ആൾ താമസമുള്ളതായി കണ്ടില്ല. ദൂരെ നടന്നതിനാലും ഒരുപാട് ദൂരം വരെ നടന്നതുകൊണ്ടും കുറേ കാരണം നടന്ന ദൂരം ഒത്തിരി നടന്നപ്പോൾ എന്തു വന്നവർക്ക് കുറേ നടന്നതിനാലും നേരം കുറേ ചെന്ന് ഒരുപാട് സമയമായിപ്പോയി. അപ്പോൾ എന്ത് വന്നു? സമയം കഴിയുമ്പോൾ ആഹാരം വേണ്ടി അതിന് ദൂരെ നടന്നതുകൊണ്ടും കുറേ സമയം ചെന്നതിനാലും ബാലന്മാർ കാട്ടിനുള്ളിൽ എന്തു ചെയ്തു? വിശപ്പും ദാഹവും കൊണ്ട് പൊറുതിമുട്ടി. കുട്ടികളല്ലേ, അവർക്ക് വിശക്കത്തില്ലേ? ഭഗവാന് പിന്നെ നമുക്കറിയാം, ഭഗവാന് കുട്ടികൾക്ക് അറിയത്തില്ല. കുട്ടികൾ വിചാരിക്കും കുട്ടികളെ പോലെ ഭഗവാനും വിശപ്പെടും. ഭഗവാൻ വിചാരിച്ചാൽ ഭഗവാന് വിശപ്പൊന്നും വരത്തില്ല. പക്ഷേ കുട്ടികൾക്ക് ഒരുപാട് ദൂരം നടന്നതുകൊണ്ടും സമയം ഏറെ ചെന്നതുകൊണ്ടും അവർക്ക് വിശപ്പും ദാഹവും കൊണ്ട് അവർ പൊറുതിമുട്ടി, സഹിക്കവയ്യ. ഇത് കണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ് എന്താ പറയുക, അവിടെ അതിവിദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് ഭഗവാനെ മനസ്സിലായി ഈ കുട്ടികൾക്ക് വിശക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? മനസ്സിനകത്ത് കണ്ടു അങ്ങ് അവിടെ അതിവിദൂരമല്ലാത്ത ഒരു സ്ഥലത്ത്, ഒത്തിരി അങ്ങോട്ട് പോകുമ്പം കാണാം, അങ്ങനൊരു സ്ഥലത്ത് ബ്രാഹ്മണർ യാഗം ചെയ്യുന്നതിൽ താല്പര്യം കാട്ടിയിരിക്കുന്നത് മനസ്സിലാക്കി. ആര് മനസ്സിലാക്കി? ഭഗവാൻ കൃഷ്ണൻ മനസ്സിലാക്കി. കുട്ടികൾ വിശന്ന് കറങ്ങി അവിടെ ഇരിപ്പായി. പക്ഷേ ഭഗവാനും മനസ്സിലായി. അല്പം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെ ബ്രാഹ്മണരെല്ലാം യാഗത്തിൽ, അതായത് യജ്ഞം നടത്തുന്നതിൽ താല്പര്യമായി കാട്ടിയിരിക്കുന്നു എന്ന് ഭഗവാനൊരു മനസ്സിലൊന്ന് ഉറച്ചു. അപ്പോൾ അങ്ങോട്ട് ചെന്ന് വല്ലതും കിട്ടുമെന്ന് ഭഗവാൻ മനസ്സിൽ കണ്ടും കൊണ്ട് ഈ കുട്ടികളോട് പറഞ്ഞു. ഭഗവാന് മനസ്സിലായി. അല്പം കൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ ബ്രാഹ്മണർ യാഗം ചെയ്യുന്നതിൽ താല്പര്യം കാട്ടിയിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ഈ ഭഗവാൻ ബാലന്മാരോട് പറഞ്ഞു, ഇത് ഭഗവാന്റെ ഉള്ളിലാണ് കാണുന്നത്, പുള്ളിലോട് പിന്നെ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ മനസ്സിലാണ് കാണുന്നത്. ഇത്തിരി അങ്ങോട്ട് പോകുമ്പോൾ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന താല്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണർ അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ബാലന്മാരോട് പറഞ്ഞു, ഇവിടെ അടുത്തൊരു സ്ഥലത്ത് കുറേ ബ്രാഹ്മണർ യാഗം നടത്തുന്നുണ്ട്. അപ്പം ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോൾ യാഗം നടത്തുന്ന ഒരു സ്ഥലമുണ്ട്, ബ്രാഹ്മണർ യാഗം ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് കുറേ ഭക്ഷണം കിട്ടിയാൽ വേണ്ടില്ല എന്ന് പറയണം. അതായത് നിങ്ങൾ പോയി അല്പം കൂടെ അങ്ങോട്ട് നടക്കുമ്പോൾ ബ്രാഹ്മണന്മാർ യജ്ഞം നടന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ ചോദിക്കണം, യാചിക്കണം. എങ്ങനെയാ? കുറച്ച് ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറയണം എന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവരെ യജ്ഞവാടത്തിലേക്ക് അന്നം അർത്ഥിക്കാനായി ഭഗവാൻ പറഞ്ഞു വിട്ടു. ഇങ്ങനെ അടുത്തൊരു സ്ഥലത്ത് ബ്രാഹ്മണർ യജ്ഞം നടത്തുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയി കുറച്ച് ഭക്ഷണം ചോദിക്കണം എന്ന് പറഞ്ഞും കൊണ്ട് ഭഗവാൻ അവരെ അവിടേക്ക് യജ്ഞവാടത്തിലേക്ക് തന്നെ, ആ ബ്രാഹ്മണരുടെ അടുക്കലേക്ക് തന്നെ ഭഗവാൻ പറഞ്ഞു വിട്ടു. ഭഗവാൻ പോയില്ല. ഈ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. കാരണം അല്പം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ബ്രാഹ്മണർ യജ്ഞം നടത്തുന്ന സ്ഥലം. അവിടെ ചെന്ന് നിങ്ങൾ യാചിക്കൂ, നിങ്ങൾ ചോദിക്കൂ, ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് അവരെ അവിടേക്ക് പറഞ്ഞു വിട്ടു. യജ്ഞം നടത്തുന്ന ബ്രാഹ്മണരുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. ശ്ലോകം 3. ഗതേഷ്യധോ തേഷു അഭിധായത്തെ അഭിധാം കുമാരകേഷോ ഓദനയാജിഷു പ്രഭോ. ഓദന ചോറ്. ശ്രുതിസ്ഥിര അഭിനിന്യുർ അശ്രുതിം ന കിഞ്ചിൽ ഊചുച്ഛ മഹീസുരോ ഉത്തമ. ഗതേഷ്യധോ തേഷു അഭിധായത്തെ അഭിധാം കുമാരകേഷോദനയാജിഷു പ്രഭോ. ശ്രുതിസ്ഥിര അഭ്യഭിനിന്യുർ അശ്രുതിം ന കിഞ്ചിൽ ഊചുച്ഛ മഹീസുരോത്തമ. ഒന്നും കൂടെ വായിക്കാം. ഗതേഷ്യധോ തേഷു അഭിധായത്തെ അഭിധാം കുമാരകേഷോദനയാജിഷു പ്രഭോ. ശ്രുതിസ്ഥിര അഭ്യഭിനിന്യുർ അശ്രുതിം ന കിഞ്ചിൽ ഊചുച്ഛ മഹീസുരോ ഉത്തമ. ഇവിടെ കുട്ടികൾ ആ സ്ഥലത്ത് യജ്ഞവാടത്തിലേക്ക് ചെന്നു. പ്രഭോ ഗുരുവായൂരപ്പ എന്താ സംഭവിച്ചതെന്ന് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുവാണ്.
അന്നത്തെ കാര്യം ഓർത്തിട്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ? എങ്ങനെയാ പ്രഭു ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് വിളിക്കുന്നത്? കുമാരന്മാർ, അതായത് കുട്ടികൾ യജ്ഞവാടത്ത് ചെന്ന് ഭഗവാന്റെ പേരും പറഞ്ഞ്, കൃഷ്ണൻ പറഞ്ഞു വിട്ടെന്നുള്ള അങ്ങയുടെ പേരും പറഞ്ഞ് അന്നം അർത്ഥിച്ചപ്പോഴാകട്ടെ, അത് ചോറ്, അതാണ് ഓദന, കുമാരഘോഷ് ഓദന യാചിച്ചു, ആഹാരം യാചിച്ചു. അപ്പോഴാകട്ടെ എന്താ അവർക്ക് ഉത്തരം കിട്ടിയത്? ആ ഉത്തമരെന്ന് വിചാരിച്ചിരുന്ന ബ്രാഹ്മണർ, അത് ഭഗവാൻ പറഞ്ഞത് എന്താണ്? അവിടെ യാഗം ചെയ്യുന്നുണ്ട്, അവർ അതിൽ താല്പര്യം കാട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് താല്പര്യം കാട്ടുമെന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അന്നേരം ആര് വന്നാലും ആഹാരം കൊടുക്കണം, അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ താല്പര്യം കാട്ടിയപ്പം ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പം കിട്ടുമെന്നുള്ള ധാരണയിലാണ് കുട്ടികൾ ചെന്നത്. അപ്പോൾ ആ ഉത്തരം, അതായത് അവർ ഉത്തമരെന്ന് വിചാരിച്ചിരുന്ന ആ ബ്രാഹ്മണർ ശ്രുതിസ്ഥിരന്മാരാണ് എങ്കിലും അവർക്ക് ശ്രുതി സ്ഥിരം വെച്ചാൽ അവർ മിണ്ടുന്നവരാണ്. ശ്രുതി വെച്ചാൽ വാക്കുകൾ പറയുക. അങ്ങനെ ആണെങ്കിലും അശ്രുതിയാണ് കാട്ടിയത്, ഒന്നും മിണ്ടിയില്ല എന്നർത്ഥം. അവർ നന്നായി സംസാരിക്കുന്നവരൊക്കെ തന്നെയാണ്, ശ്രുതി സ്ഥിരന്മാരാണ്, അവർക്ക് സ്ഥിരമായി സംസാരിക്കുന്നവരാണ്. എങ്കിലും അവർ അശ്രുതി, അതാണ് ഒന്നും മിണ്ടിയില്ല. മിണ്ടുന്നവരാണെങ്കിൽ കൂടി കുട്ടികളെ കണ്ടപ്പോൾ ഒന്നും മിണ്ടി, അവർ കൊടുക്കാൻ വയ്യ, ഒന്നും കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണ് അവർ കാട്ടിയത്. അവർ ഒന്നും തന്നെ ഉരിയാടിയില്ല. ബ്രാഹ്മണരാണ്, സ്ത്രീകളല്ല. യാഗം ചെയ്തത്, യജ്ഞം ചെയ്തത് ഈ പുരുഷന്മാരാണ്. നമ്മളത് മനസ്സിലാക്കണം. എവിടെ നോക്കിയാലും പുരുഷന്മാരങ്ങനെയാണ്, ദാനം ചെയ്യത്തില്ല. കഴിഞ്ഞതോ എങ്ങനെയെങ്കിലും അവരും അവരുടെ ഭാര്യയും അവരുടെ മക്കളും മാത്രം. ഒരു ജീവജാലങ്ങളെ പോലൊന്നും കൊടുക്കുന്നില്ല. എനിക്കത് അനുഭവം ഉള്ളതാണ്. ഞാൻ ഒളിച്ചും പാത്തുമൊക്കെ, കാരണം ഒരു നായ നമുക്കുള്ള വീട്ടിൽ വളർത്തിക്കൂടാ, അങ്ങനെ അന്യ പട്ടികളെ വളർത്തി, അതിന് നമുക്ക് ഗേറ്റും ഒക്കെ ഉണ്ട്. എന്നാലും വിശന്ന് നട്ടം തിരിഞ്ഞ് എറിഞ്ഞ് ഓടിച്ച് ഒരു വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ 1.5 വർഷം ആഹാരം ഒളിച്ചും പാത്തോട്, കാരണം അതിനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒരു യാഗത്തിന്, നമ്മളൊരു വീട് ഗൃഹസ്ഥാശ്രമം ഒരു യാഗമാണ്, ഒരു യജ്ഞശാലയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. വിശന്ന് വരുന്നത് ഈ ഗോപന്മാരാണെന്ന് കരുതണം. ഒരു കാക്ക, പൂച്ച, ഒരു നായ ഇങ്ങനെ കഷ്ടം എല്ലും തൊല്ലുമായി വരുമ്പോൾ അറിയണം അവർക്ക് ആഹാരം അത്യാവശ്യമാണെന്ന്. അത്രമാത്രം ക്ഷീണമാണ് നമ്മൾ കണ്ടറിയണം. അങ്ങനെ വരുന്നവർക്ക് നമ്മുടെ യജ്ഞവാടമാണ് നമ്മുടെ ഗൃഹസ്ഥാശ്രമം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവജാലത്തിന് കൊടുക്കുന്നത് എങ്ങനെ? ഈ ഭഗവാൻ വിട്ട ഈ ഗോപന്മാർ തന്നെയാണ് ഈ ജീവജാലങ്ങളായിട്ട് വരുന്നത് നമ്മൾ കരുതണം. അങ്ങനെ ചെയ്തെങ്കിലേ നമ്മൾ ഇതിനകത്ത് അർത്ഥമുള്ളൂ. ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മൃഗത്തിനേക്കാൾ ഉപരി മൃഗങ്ങളായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളിത് മനസ്സിലാക്കി വായിക്കണം. ഭഗവാനെ ഗുരുവായൂരപ്പ, കുമാരന്മാർ യജ്ഞവാടത്തിൽ ചെന്ന് അങ്ങയുടെ പേരും പറഞ്ഞ് അന്നം അർത്ഥിച്ചപ്പോഴാകട്ടെ, ആ ഉത്തമരെന്ന് വിചാരിച്ച ആ ബ്രാഹ്മണർ ശ്രുതിസ്ഥിരന്മാരാണെങ്കിലും അവർ മിണ്ടുന്നവരാണെങ്കിലും അശ്രുതിയാണ് കാട്ടിയത്, ഒന്നും ഉരിയാടിയില്ല. അപ്പോൾ എന്താ അവർക്ക് ഭക്തിയുണ്ടോ? 100ന് ഒരു 75 പേര് സ്ത്രീകൾക്കാണ് കൂടുതലും ഭക്തിയും ദാനം ചെയ്യുന്നത്. അവർക്കറിയാം, ഒരമ്മയാണ് അവർ. ഒരമ്മയ്ക്കറിയാം സ്വന്തം കുഞ്ഞുങ്ങളുടെ വിശപ്പ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള ജീവജാലങ്ങൾക്ക് വിശപ്പത്തിന് ഒരു സ്ത്രീക്ക് അറിയുന്ന പോലെ ഒരു പുരുഷൻ അറിയത്തില്ല. 100ന് എല്ലാവരെയും ഞാൻ പറയുമല്ലോ, ഒരുപാട് അന്നം ഇങ്ങനെയുള്ളവർ കൊടുക്കുന്നവരുണ്ട്, ഇഷ്ടംപോലെ ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അത് 100ന് 5 or 10 കാണും. ഒരു 75% സ്ത്രീകൾക്കാണ് അത് കൂടുതലും ചിന്ത ഉണ്ടാകുന്നത്. വിശപ്പിന്, അയ്യോ എൻ്റെ കുഞ്ഞിനെ പോലെ അല്ലേ. ഒരു പ്രസവിച്ച സ്ത്രീ ഒരിക്കലും ഇങ്ങനെ കാണൂ, എൻ്റെ കുഞ്ഞ് എങ്ങനെ വിശക്കും അതുപോലെയാണ് മറ്റത് എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.